ഹലോ ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡെൻഡ്രോബിയത്തിൻ്റെ പുതിയ സ്റ്റോക്ക് സീഡ്ലിംഗ് എത്തിയിട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതിനാണ്. അപ്പോൾ പുതിയത് മാത്രമല്ല, കഴിഞ്ഞ മാസം നമ്മൾ ചില തിരക്കുകൾ കാരണം പുതിയ സീഡ്ലിംഗ് വന്നത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാ തവണത്തെയും പോലെ തന്നെ നമുക്ക് കുറച്ച് സ്പെഷ്യൽ വെറൈറ്റി സീഡ്ലിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ നോർമൽ വെറൈറ്റി ഉണ്ട്, അതുപോലെ തന്നെ എക്സ്ട്രാ ലാർജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെമി മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയിലും കൂടെ സീഡ്ലിങ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പതിവ് പോലെ തന്നെ 130, 150, 175 ആണ് നമ്മുടെ സീഡ്ലിങ്ങിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. 175 എന്ന് പറയുന്നത് സെമി മെച്ചുവേർഡ് ആയ, അതായത് ഓൾറെഡി ബ്ലൂമിംഗ് സ്റ്റേജിൽ എത്തിയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ ഈ സെമി മെച്ചുവേർഡ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ അതിൽ തന്നെ ഫസ്റ്റ് ബഡ് വരാനായതും ഓൾറെഡി ബഡ്സ് വന്ന പ്ലാന്റുകളൊക്കെ ഈ സെമി മെച്ചുവേർഡിൽ വരുന്നുണ്ട്. അപ്പോൾ പതിവ് പോലെ തന്നെ നമുക്ക് സ്പെഷ്യൽ വെറൈറ്റി സീഡ്ലിങ്സ് കമ്പാരിറ്റീവ്ലി വലിപ്പം കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ധാരാളം വെറൈറ്റി സീഡ്ലിങ്സ് എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല അടിപൊളി സ്പെഷ്യൽ വെറൈറ്റി സീഡ്ലിങ്സ് ഒക്കെ ചൂസ് ചെയ്യുന്നവർ കുറച്ചുകൂടെ നമുക്ക് സീഡ്ലിംഗ് ഒക്കെ വളർത്തി എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും സ്പെഷ്യൽ വെറൈറ്റി സീഡ്ലിങ്സ് ചൂസ് ചെയ്യുന്നത് നല്ലത്. കാരണം ചില വെറൈറ്റികളൊക്കെ തീരെ വണ്ണം കുറഞ്ഞ സീഡ്ലിങ്സ് ഒക്കെയാണ് ചില വെറൈറ്റികളുടെ വരുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സിൻ്റെ ഭംഗി കണ്ട് സ്പെഷ്യൽ വെറൈറ്റീസ് ചൂസ് ചെയ്യുമ്പോൾ അത് അത്തരത്തിലുള്ള സീഡ്ലിങ്സ് വളർത്തിയെടുക്കാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയേക്കാം. അതേസമയം നമുക്ക് സെമി മെച്ചുവേർഡിലും അതുപോലെ നോർമൽ വെറൈറ്റിയിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള സീഡ്ലിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ ബിഗിനേഴ്സിനെ കുറച്ചുകൂടെ ഈസി ആയിട്ട് വളർത്താൻ സാധിക്കുക അത്തരത്തിലുള്ള സീഡ്ലിങ്ങുകളാണ്. പിന്നെ നമുക്ക് കൊറിയർ അയക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ DTDC അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയാണ് അയക്കുക. സ്പീഡ് പോസ്റ്റിൻ്റെ ചാർജസിലെല്ലാം നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. GST കൂടെ ആഡ് ആയിട്ടുള്ള ചാർജാണ് വരിക. അപ്പോൾ സ്പീഡ് പോസ്റ്റ് വേണ്ടവർ നമുക്ക് 80 രൂപയാണ് കൊറിയർ ചാർജ് വരിക സീഡ്ലിംഗ് അയക്കുന്നതിനായിട്ട്. അപ്പോൾ സ്പീഡ് പോസ്റ്റ് ആകുമ്പോൾ ആ ചാർജിൽ വ്യത്യാസമുണ്ട്. നമുക്ക് കൊറിയർ ചാർജിന് പുറമെ നമുക്ക് പാക്കിങ്ങിനും അതുപോലെ തന്നെ ഹാൻഡ്ലിംഗ് ചാർജസും ആയിട്ട് ഒരു 20 rupees എക്സ്ട്രാ വരുന്നതാണ്. പിന്നെ പ്ലാന്റ് ഓർഡർ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എൻക്വയറി സമയത്തോ നമുക്ക് ഓരോ സീഡ്ലിങ്ങും ഈ പ്ലാന്റാണ് നമ്മൾ അയക്കുന്നതെന്ന് പറഞ്ഞ് നമുക്ക് എടുത്ത് കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. അതേസമയം നമ്മൾ പാക്കിങ്ങിന് മുൻപായിട്ട് ഏത് പ്ലാന്റാണോ നമ്മൾ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കുന്നത് അത് നമ്മൾ പാക്കിങ്ങിന് മുൻപായിട്ട് ഫോട്ടോ എടുത്ത് കസ്റ്റമറിനെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അന്നേരം എന്തെങ്കിലും നമുക്ക് പ്ലാന്റിൻ്റെ സൈസിലോ കാര്യത്തിലോ വ്യത്യാസമുണ്ട്, ഏതെങ്കിലും ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അന്നേരം ചെയ്യാവുന്നതാണ്. നമുക്ക് വളരെ ലിമിറ്റഡായ സ്റ്റാഫും കാര്യങ്ങളാണുള്ളത്. അപ്പോൾ അത്രയും എൻക്വയറീസ് ഒരേ സമയം ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ടും നമുക്ക് പ്ലാന്റ്സ് എല്ലാ കസ്റ്റമേഴ്സിനും എടുത്ത് കാണിക്കുന്നതിനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് നമുക്ക് കോമൺ ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ കണ്ട പോപ്പൈ തൊട്ടിട്ടാണ് നമുക്കിപ്പോൾ നിലവിൽ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സീഡ്ലിങ്സ് വരുന്നത്. അപ്പോൾ ചില വെറൈറ്റികളൊക്കെ അത്യാവശ്യം വലിയ സീഡ്ലിങ്സ് ആണ്, ചില വെറൈറ്റീസ് ചെറുതാണ്. അപ്പോൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ചില സീഡ്ലിങ് ഏതൊക്കെയാണ് ചെറുതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൽ ഓർഡർ ചെയ്തതിൽ ഇതൊക്കെ ചെറുതാണ് എന്ന് നമുക്ക് പറഞ്ഞുതരാൻ സാധിക്കും. പിന്നെ അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ആദ്യമായിട്ട് സീഡ്ലിംഗ് വാങ്ങി വളർത്തുന്നവരാണെങ്കിൽ അത് പോട്ട് ചെയ്യുന്ന രീതി അറിയില്ലെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്യുന്ന സമയത്ത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു വീഡിയോ, അതായത് സീഡ്ലിങ്ങിൻ്റെ പോട്ടിങ് വീഡിയോ നമ്മൾ ഇട്ട് തരാം. 2 തരത്തിൽ സീഡ്ലിങ്സ് പോട്ട് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് കരി മാത്രം വെച്ച് പോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചകിരി തൊണ്ട് ആ ഒരു പീസിൽ നമുക്ക് പോട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ എക്സ്പീരിയൻസിൽ ചകിരിയിൽ പോട്ട് ചെയ്യുമ്പോൾ സീഡ്ലിങ്സ് നല്ല കമ്പാരിറ്റീവ്ലി ബെറ്ററായ ഗ്രോത്ത് കാണിക്കാറുണ്ട്. അതേസമയം കരിയിൽ പോട്ട് ചെയ്യുന്ന സമയത്ത് പ്ലാന്റ് കുറച്ച് ടൈറ്റാക്കി വെച്ചിട്ട് പോട്ട് ചെയ്തില്ലെങ്കിൽ ഗ്രോത്ത് ഒന്നും മുരടിച്ച് നിൽക്കുന്ന പോലെ തോന്നാറുണ്ട്. എന്നാൽ പ്ലാന്റ് പിടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല പോട്ടിങ് മീഡിയ എന്ന് പറയുന്നത് കരി തന്നെയാണ്. അധികം ഫംഗൽ ഇൻഫെക്ഷൻസും കാര്യങ്ങളൊന്നും അതുപോലെ വെള്ളം കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും കരിയിൽ മാത്രം പോട്ട് ചെയ്യുമ്പോൾ വരാറില്ല. അപ്പോൾ പോട്ട് ചെയ്യാൻ അറിയാത്തവർ നമ്മളടുത്ത് ചോദിക്കുകയാണെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ചില വെറൈറ്റികളൊക്കെ നമുക്ക് കുറച്ച് സീഡ്ലിങ്സ് കൂടെ ബാക്കിയുള്ളൂ. കഴിഞ്ഞ മാസം വന്നതിൽ നമുക്ക് കുറേ എണ്ണമൊക്കെ സെയിലായിട്ടുണ്ട്. നമ്മൾ സെയിൽ വീഡിയോ ഇടാത്തതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അധികം കയ്യിൽ സ്റ്റോക്ക് ഇരിപ്പില്ല. കഴിഞ്ഞ മാസത്തെ നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് ഒക്കെ സോൾഡ് ഔട്ട് ആയി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും കുറച്ചൊക്കെ നമുക്ക് തരാനായിട്ടുണ്ടാവും. അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ഒന്നുകിൽ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നതിൽ നിന്ന് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സീഡ്ലിംഗ് ആണെന്ന് വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അവൈലബിളായ സീഡ്ലിങ്സിൻ്റെ ഫോട്ടോസ് അയച്ചു തരികയും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പിലെ കാറ്റലോഗ് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് തരികയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കൊരു 3 വെറൈറ്റി മൊബൈൽ സീഡ്ലിങ്സ് കൂടെ ഇത്തവണ നമ്മുടെ സ്റ്റോക്കിലുണ്ട്. അതുപോലെ നമുക്ക് ഓൺലൈൻ സെയിൽ മാത്രമല്ല, കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ മുല്ലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഡയറക്റ്റ് സെയിലിനുള്ള ഔട്ട്ലെറ്റ് വരുന്നത്. അപ്പോൾ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്ലാൻസ് വാങ്ങുന്നതിനായിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യേണ്ട, അതായത് നമുക്ക് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഇതേപോലെ തന്നെ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നമ്പറിൽ നമുക്ക് വാട്സപ്പ് ചെയ്യാം. ദയവ് ചെയ്ത് പരമാവധി എല്ലാവരും കോളുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. വാട്സപ്പിൽ നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് നമ്മൾ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതായിരിക്കും.
പിന്നെ നമുക്ക് ഇതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഡെൻഡ്രോബിയത്തിൻ്റെ സീഡ്ലിങ്സ് അല്ലെങ്കിൽ ഏത് ഓർക്കിഡ് വെറൈറ്റി സീഡ്ലിങ്സ് ആകുമ്പോഴും നമ്മൾ പ്ലാന്റ് ചെയ്ത് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം NPKയുടെ ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസറായ 30-10-10 നമുക്ക് പ്ലാന്റ്സിന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഫെർട്ടിലൈസർ നമ്മുടെ ഓൺലൈൻ പ്ലാന്റ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ പുറത്തുനിന്നായാലും നമ്മൾ ഈ 30-10-10 ഗ്രോത്തിനെ ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്ലാന്റ് നമ്മുടെ കയ്യിൽ കിട്ടി തണലത്ത് വെച്ച് പ്ലാന്റ് ഒന്ന് ഹെൽത്തി ആയതിനു ശേഷം, അതായത് പുതിയ റൂട്ട്സൊക്കെ വന്നു തുടങ്ങിയതിന് ശേഷം പ്ലാന്റ് കയ്യിൽ കിട്ടി 2 ആഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആഴ്ചയിൽ ഒരു ദിവസം 1 ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാം എന്ന അളവിലെടുത്ത് നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് നമ്മുടെ പ്ലാന്റുകൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഗ്രോത്തിന് വളരെ നല്ലതാണ്. അതുപോലെ ഇനി വരുന്നത് നല്ല ചൂടുള്ള സമയമാണ്. കരിയിൽ മാത്രം പോട്ട് ചെയ്യുന്നവർ 2 നേരം പ്ലാന്റ്സ് നനയ്ക്കാൻ ശ്രമിക്കുക. ചകിരിയിൽ പോട്ട് ചെയ്യുന്നവർ 1 നേരം നനച്ചാൽ മതിയാവും. ചകിരിയിൽ കുറച്ചുകൂടെ വെള്ളം പിടിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇത്. അപ്പോൾ പ്ലാൻസ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി താങ്ക്